ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2025 മെയ് 1 മുതൽ 10 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധം ഉള്ളതുമായ മഞ്ഞൾ ഇനം ഏത്? ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധം ഉള്ളതുമായ മഞ്ഞൾ ഇനം. ഉത്തരം IISR സൂര്യ. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏത്? കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം. ഉത്തരം ധർമ്മടം. കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടിയുടെ പേര്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി പാകിസ്ഥാനെതിരെ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൈനിക നടപടികളെക്കുറിച്ച് രാജ്യത്തിന് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാരാണ് കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വനിതാ സൈനിക മേധാവികൾ സൈനിക നീക്കം വിവരിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര്? ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. 35 പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് സൂര്യവംശി IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരം കൂടിയാണ്. 30 പന്തിൽ സെഞ്ചുറി നേടിയ വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിസ് ഗെയിൽ ആണ് IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം. രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് വൈഭവ് സൂര്യവംശി. 2025 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഷൂട്ടിംഗ് പരിശീലകൻ ആര്? 2025 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഷൂട്ടിംഗ് പരിശീലകൻ. ഉത്തരം പ്രൊഫസർ സണ്ണി തോമസ്. അടുത്തിടെ പ്രകാശനം ചെയ്ത പൊതുവിദ്യാലയങ്ങളിലെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ തെരഞ്ഞെടുത്ത ഡയറിക്കുറിപ്പുകളുടെ സമാഹാരത്തിന്റെ പേര്. അടുത്തിടെ പ്രകാശനം ചെയ്ത പൊതുവിദ്യാലയങ്ങളിലെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ തെരഞ്ഞെടുത്ത ഡയറിക്കുറിപ്പുകളുടെ സമാഹാരം കുരുന്നെഴുത്തുകൾ. ഡയറിക്കുറിപ്പുകളുടെ എഡിറ്റർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ V. ശിവൻകുട്ടി. ഇന്ത്യ പാക് യുദ്ധസമാനമായ സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യൻ വ്യോമസേന നടത്തിയ വ്യോമാഭ്യാസത്തിന്റെ പേര്. ഇന്ത്യ പാക് യുദ്ധസമാനമായ സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യൻ വ്യോമസേന നടത്തിയ വ്യോമാഭ്യാസം ഓപ്പറേഷൻ ആക്രമൺ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഉത്തരം സാറ ജോസഫ്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള നഗരം ഏത്? ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരം കൊച്ചിയാണ്. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തക ആര്? 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തക. ഉത്തരം KV റാബിയ. KV റാബിയയുടെ ആത്മകഥയുടെ പേരാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. സ്ത്രീ സാക്ഷരതയിൽ രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? സ്ത്രീ സാക്ഷരതയിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം
കേരളം. പുരുഷന്മാരുടെ സാക്ഷരതയിലും കേരളമാണ് മുന്നിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ഉത്തരം MS ധോണി. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനാണ് MS ധോണി. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയരൺ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയരൺ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനം. ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ്. KSRTC ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി തയ്യാറാക്കിയ ആപ്പ് ഏത്? KSRTC ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി തയ്യാറാക്കിയ ആപ്പ്. ഉത്തരം ചലോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചത്. ഉത്തരം 2025 മെയ് 2. 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചത്. അന്താരാഷ്ട്ര തൊഴിലാളി ദിനം എന്ന്? അന്താരാഷ്ട്ര തൊഴിലാളി ദിനം മെയ് 1. 2025 തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം വിമീഷ് മണിയൂർ. മോനിയല്ലല്ല എന്ന കഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ബംഗളൂരു സെൻട്രൽ സർവകലാശാലയുടെ പുതിയ പേര്? ബംഗളൂരു സെൻട്രൽ സർവകലാശാലയ്ക്കു നൽകിയ പുതിയ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് സർവകലാശാല. ബെലറൂസ് പ്രസിഡന്റായി 7ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? ബെലറൂസ് പ്രസിഡന്റായി 7ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം അലക്സാണ്ടർ ലുക്കാഷെങ്കോ. 2025 ലോകാരോഗ്യ സംഘടനയുടെ റോഡ് സുരക്ഷാ സൂചികയിൽ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായി വാഹനമോടിക്കാവുന്ന രാജ്യം ഏത്? 2025 ലോകാരോഗ്യ സംഘടനയുടെ റോഡ് സുരക്ഷാ സൂചികയിൽ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായി വാഹനമോടിക്കാവുന്ന രാജ്യം. ഉത്തരം നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 49. ഇന്ത്യ 49ാം സ്ഥാനത്ത്. പ്രഥമ MB വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം 2025 ലഭിച്ചതാർക്ക്? പ്രഥമ MB വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം 2025 ലഭിച്ചത്. ഉത്തരം പാണ്ഡുരംഗ ഖഡ്ഗെ. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് പാണ്ഡുരംഗ ഖഡ്ഗെ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം. ഉത്തരം കേരളം. 2025 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണ സ്ഥാപനം ഏത്? 2025 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണ സ്ഥാപനം. ഉത്തരം ആകാശവാണി. അടുത്തിടെ പൊട്ടിത്തെറിച്ച ലെവോഡോംബി ലാക്കിലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏതു രാജ്യത്താണ്? അടുത്തിടെ പൊട്ടിത്തെറിച്ച ലെവോഡോംബി ലാക്കിലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഉത്തരം ഇന്തോനേഷ്യ. ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത്. ഉത്തരം ഗോവ. ഗോവ വാസ്കോയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിലാണ് മ്യൂസിയം നിലവിൽ വരുന്നത്. കൊൽക്കത്തയിലെ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് ആണ് പോളാർ മ്യൂസിയം രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയിൽ രാജ്യവ്യാപകമായി സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടന്നത് എന്ന്? ഇന്ത്യയിൽ
രാജ്യവ്യാപകമായി സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടന്നത് 2025 മെയ് 7-ന്. 2025 മെയ്യിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ കോൺഗ്രസ് നേതാവ് ആര്? 2025 മെയ്യിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ കോൺഗ്രസ് നേതാവ്. ഉത്തരം ഗിരിജ വ്യാസ്. അടുത്തിടെ ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായത് ആര്? അടുത്തിടെ ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായത്. ഉത്തരം അലോക് ജോഷി. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനമാരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനമാരംഭിച്ചത് കൊച്ചി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനകത്ത് വിമാനയാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് സർവീസ് ആരംഭിച്ചത്.